വി.ഡി. സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ത്രീകൾക്കുള്ള കെ.എസ്.ആർ.ടി.സിയിലെ സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രം 100 ദിവസം ഇത് പഠിക്കും. അതിനുശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കും. കെ.എസ്.ആർ.ടി.സിക്കുള്ള തിരിച്ചടവ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയുമായും ഇന്ന് ചർച്ച നടത്തിയിരുന്നു. 15 മുതൽ സൗജന്യ യാത്ര ആരംഭിക്കുമെന്ന് മന്ത്രി സി.പി. ജോൺ പ്രതികരിച്ചു. അന്തിമ തീരുമാനം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. വിവരങ്ങളുമായി എബി ജോൺ തോമസ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. എബി, UDF സർക്കാരിന്റെ ഒരു പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിപ്പോൾ നടപ്പിലാകാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ആദ്യഘട്ടം നടപ്പിലാകാൻ വേണ്ടി പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രമായിരിക്കും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുക, അല്ലേ? തീർച്ചയായും ഈ UDF സർക്കാരിന്റെ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അത് ആ വാഗ്ദാനം നൽകിയിരുന്നത് ഇത്തരത്തിൽ ഓർഡിനറി ബസ്സിൽ മാത്രമായിരുന്നില്ല എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സൗജന്യ യാത്ര ഉണ്ടാവുക. 100 ദിവസം ഇത് പരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കെ.എസ്.ആർ.ടി.സിക്ക് ഉണ്ടാകുന്ന വലിയ നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെയും പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് 57 കോടിയോളം രൂപ ഒരു മാസം ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സിക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി പരിഗണനാ വിഷയമായി വരും. അതും ഇത്തരത്തിൽ പഠന വിധേയമാക്കുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങളിലേക്ക് ഇത്തരത്തിൽ, അതായത് സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട തരത്തിൽ, അതായത് ഈ സൗജന്യ യാത്ര നൽകുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിൽ അത് 712 കോടി രൂപ ഒരു വർഷം അത് ബാധ്യതയായി അല്ലെങ്കിൽ നഷ്ടമായിട്ട് തന്നെ വരുന്ന സാഹചര്യം ഉണ്ടാകും. മുഴുവൻ ബസ്സുകളിൽ നടത്തുമ്പോൾ 1300 കോടിയോളം രൂപയുടെ ഒരു നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. ഒപ്പം തന്നെ കെ.എസ്.ആർ.ടി.സിക്കുള്ള തിരിച്ചടവ് ഫണ്ടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഇതിന്റെ നഷ്ടം മുഴുവൻ സർക്കാർ തന്നെ ഏറ്റെടുക്കും എന്നത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നതിന് വേണ്ടി ധനകാര്യ സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാകും. എന്തു തന്നെയായാലും 15-ാം തീയതിയോടുകൂടി പദ്ധതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി അക്കാര്യത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ആദ്യം മുതൽ തന്നെ ഈ 15-ാം തീയതി മുതൽ തന്നെ ഈ ഒരു സൗജന്യ യാത്ര അത് അനുവദിക്കും, ആ പദ്ധതിക്ക് തുടക്കമാകും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 100 ദിവസം എന്തായാലും ഈ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ 100 ദിവസം അതിന്റെ പഠനങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ബസ്സുകളിൽ ദീർഘദൂര സർവീസുകളൊപ്പം തന്നെ സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ബസ്സുകളിലേക്ക് ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് 100 ദിവസത്തിന് ശേഷമായിരിക്കും അതിലേക്ക് കൂടുതൽ വാഹനങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തന്നെ അത് നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനമായിരിക്കുന്നു. ഇനിയിപ്പോൾ ബുധനാഴ്ച വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീർപ്പിലേക്ക് എത്തുക മാത്രമേ ഉള്ളൂ. 15-ാം തീയതി മുതൽ തന്നെ ഈ സൗജന്യ യാത്രയുടെ ആദ്യഘട്ടം ആരംഭിക്കും. ശരി, വി.ഡി. സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ത്രീകൾക്കുള്ള കെ.എസ്.ആർ.ടി.സിയിലെ സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ നടപ്പാക്കും. 100 ദിവസം ഇത് പഠിക്കും. അതിനുശേഷമാകും രണ്ടാം ഘട്ടം നടപ്പിലാക്കുക. എബിയാണ് വിവരങ്ങൾ നൽകിയത്.